എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന 2025 നവംബർ 14 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. കമ്പനി ബോർഡ് LGS എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഏറ്റവും പുതിയ കമ്പനി ബോർഡ് LGS റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായും സിലബസ് അടിസ്ഥാനമാക്കി മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഏറ്റവും പുതിയ SCRT ഫാക്ടറികളൊക്കെ ഇൻക്ലൂഡ് ചെയ്താണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള talentkerala.com ഈ ബുക്ക് ലഭ്യമാണ്. പരീക്ഷകളിലെ പുതിയ SCRT ഫാക്ടറികളുടെ പ്രാധാന്യം കൂടി വരികയാണ്. സോ അതുകൊണ്ട് തന്നെ ടാലന്റ് ഏറ്റവും പുതിയ അറിവിടം സീരീസിലുള്ള ബുക്കുകൾ പുറത്തിറക്കിയിരിക്കുകയാണ്. അതായത് സോഷ്യൽ സയൻസ് അതുപോലെ തന്നെ സയൻസിന്റെ ബുക്കുമാണ് പുറത്തിറക്കിയിരിക്കുന്നത്. പാർട്ട് 1, പാർട്ട് 2 എന്നിങ്ങനെയാണ്. ഇതിലെ പാർട്ട് 1 എന്ന് പറയുന്നത് 5, 7, 9 ക്ലാസ്സുകളിലെയും പാർട്ട് 2 എന്ന് പറയുന്നത് 6, 8, 10 ക്ലാസ്സുകളിലെയും വിവരങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി ചാപ്റ്റർ വൈസ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല ടീച്ചർ ടെക്സ്റ്റ് ഫാക്ടുകളും ലേണിംഗ് റൂം ഫാക്ടുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകൾ, ടാലന്റിന്റെ വെബ്സൈറ്റിലുള്ള veranda.channelkerala.com എന്നിവയിലൊക്കെ തന്നെ ഈ ബുക്ക് ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ള പോയിന്റ് പ്രോജക്ട് ചീറ്റയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ ഒരു പ്രോജക്ട് ചീറ്റയെ പറ്റി ഓൾറെഡി നമ്മൾ പലതവണ പറഞ്ഞതാണ് അല്ലേ. അതായത് 2022 പ്രോജക്ട് ചീറ്റ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിൽ വംശനാശം സംഭവിച്ച ചീറ്റകളെ പുനരവതരിപ്പിക്കുന്ന പ്രോജക്റ്റാണ് പ്രോജക്ട് ചീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് 2022 ആദ്യഘട്ടമായി ഇവിടെ നിന്ന് നമീബിയ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നും 8 ചീറ്റകളെ കുനോ നാഷണൽ പാർക്കിലേക്ക്, മധ്യപ്രദേശിലെ കുനോ നാഷണൽ പാർക്കിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം ദക്ഷിണാഫ്രിക്കയിൽ നിന്നും 2023 എന്ത് ചെയ്തു, ചീറ്റകളെ കുനോ നാഷണൽ പാർക്കിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ 2025 സെപ്റ്റംബർ മാസത്തിൽ ഇതിൽ കുറച്ച് ചീറ്റകളെ മധ്യപ്രദേശിൽ തന്നെയുള്ള ഗാന്ധി സാഗർ സാങ്ച്വറിയിലേക്ക് മാറ്റുകയും ചെയ്തു. സോ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്, വീണ്ടും ചീറ്റകളെ കൊണ്ടുവരാൻ പോവുകയാണ്. അതായത് പ്രോജക്ട് ചീറ്റയുടെ ഭാഗമായിട്ട് 2025 8 ചീറ്റകളെ ഇന്ത്യക്ക് നൽകുന്നത് ഏത് രാജ്യമാണ്? അത് ബോട്സ്വാന. ഇതാണ് ബോട്സ്വാനയിൽ നിന്നും എന്ത് ചെയ്യുകയാണ്, ചീറ്റകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ള കരാറൊക്കെ ആയിട്ടുണ്ട്. സോ എത്രയും പെട്ടെന്ന് തന്നെ ആ ചീറ്റകളും എന്ത് ചെയ്യും, ഇന്ത്യയിലേക്ക് എത്തും. സോ അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ മോഡേൺ റിവർ ഫെറി ടെർമിനൽ സ്ഥാപിതമായത് എവിടെയാണ്? അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ മോഡേൺ റിവർ ഫെറി ടെർമിനൽ സ്ഥാപിതമായത് എവിടെയാണ്? അത് ഗുവാഹത്തി ആണെന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഗുവാഹത്തി നമുക്ക് അറിയാലോ അല്ലെ, അസമിലാണ് ഗുവാഹത്തി എന്ന് പറയുന്നത്. ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ് ഇത് സ്ഥാപിതമായത്. ഇതിന്റെ ഉദ്ഘാടനം, ഈ ഒരു ടെർമിനലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയൊക്കെ ആയിട്ടുള്ള നിർമ്മല സീതാരാമനാണ്. അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പാലം തകർന്നു വീണതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് അടുത്തിടെ തകർന്നു വീണ ഹോങ്കി പാലം സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? അപ്പോൾ എന്താണ്, അടുത്തിടെ തകർന്നു വീണ ഹോങ്കി പാലം സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? അത് ചൈനയിലാണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ചൈനയും ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന റോഡിന്റെ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു ഹോങ്കി പാലം എന്ന് പറയുന്നത്. അപ്പോൾ റീസെന്റ് ആയിട്ട്, അതായത് ഈ ഒരു 2025 അത് ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തത്, തുറന്നു കൊടുത്തത്. പക്ഷെ എന്ത് ചെയ്യുകയായിരുന്നു, ഇപ്പോൾ അത് തകർന്നു വീണിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് ഓർക്കുക, ഹോങ്കി പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചൈനയിലാണ്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ദ്രൗപദി മുർമു, നമ്മുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിന്റെ ഒരു വിദേശ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ 2025 നവംബറിൽ ദ്രൗപദി മുർമു സന്ദർശിച്ച ആഫ്രിക്കൻ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ 2025 നവംബറിൽ ദ്രൗപദി മുർമു സന്ദർശിച്ച ആഫ്രിക്കൻ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അങ്കോള, ബോട്സ്വാന. ഏതൊക്കെയാണ്? അങ്കോള, ബോട്സ്വാന. അപ്പോൾ ഇതില് ബോട്സ്വാന സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ആരെന്ന് പറയുന്നത്? ദ്രൗപദി മുർമു. അപ്പോൾ ബോട്സ്വാന സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദ്രൗപദി മുർമു ആണ്. രാഷ്ട്രപതിയുടെ, നമ്മുടെ ദ്രൗപദി മുർമുവിന്റെ ഈ ഒരു സന്ദർശന വേളയിലാണ് ബോട്സ്വാനയിൽ നിന്നും ചീറ്റകളെ കൈമാറാനുള്ള ആ ഒരു കാര്യത്തിൽ എന്ത് ചെയ്ത ഒരു തീരുമാനമായത്. അപ്പൊ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക. ഈ ഒരു അങ്കോളയിലേക്ക് വരികയാണെങ്കിൽ ഈ പറയുന്ന അങ്കോളയുടെ 50ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ എന്ത് ചെയ്തു, ദ്രൗപദി മുർമു പങ്കെടുത്തു. അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർക്കുക. എന്താണ്, ദ്രൗപദി മുർമു അങ്കോളയുടെ 50ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുത്തു. അത് മാത്രമല്ല അങ്കോളയുടെ നാഷണൽ അസംബ്ലിയിൽ എന്താണ് അഭിസംബോധന ചെയ്ത, അങ്കോളയുടെ നാഷണൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ദ്രൗപദി മുർമു തന്നെയാണ്. അപ്പൊ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതായത് പരിസ്ഥിതി സംഘടനയായിട്ടുള്ള ജർമ്മൻ വാച്ച് പുറത്തുവിട്ട ഒരു പ്രധാനപ്പെട്ട ഇൻഡെക്സ് ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് 2026. ഇതാണ് ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് 2026 എന്ന് പറയുന്ന സൂചികയാണ്. അപ്പൊ ഈ ഒരു സൂചിക പ്രകാരം 1995 2024 കാലയളവ്, ഇതാണ് 1995 2024 കാലയളവില് ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തങ്ങൾ ബാധിച്ച, അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ച
രാജ്യം ഏതാണ്? അത് ഡൊമിനിക്കയാണ്. അപ്പൊ എന്താണ് ഈ ഒരു കാലയളവില് പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യം ഏതാണ്? ഡൊമിനിക്കയാണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി അത് മാത്രമല്ല 1994 2023 കാലയളവ് എടുത്തു കഴിഞ്ഞാലും ആര് തന്നെയാണ്? ഡൊമിനിക്ക തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ രണ്ട് കാലയളവിലും ഡൊമിനിക്ക തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തങ്ങൾ ബാധിച്ച രാജ്യം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ഇൻഡെക്സ് അല്ലേ, അപ്പൊ ഇന്ത്യയുടെ സ്ഥാനം അറിയണ്ടേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാലയളവിൽ 1995 2024 കാലയളവിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യങ്ങളുടെ ആ ഒരു ടേബിളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യ 9ാമത് കേട്ടോ. ഇന്ത്യ 9ാമതാണ്. ഇനി ഈ ഒരു വർഷം എടുത്താൽ 94 2023 എടുത്താൽ ഇന്ത്യയുടെ സ്ഥാനം 8ആണ് കേട്ടോ. 8ആണ്. അപ്പൊ ഇത്രയും കാര്യം വളരെ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു തേനീച്ചയെ കണ്ടെത്തിയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് കൊമ്പുള്ള പെൺ തേനീച്ചകളായ മെഗാ ചൈൽഡ് ലൂസിഫർ തേനീച്ചകളെ എന്ത് ചെയ്തു? അടുത്തിടെ കണ്ടെത്തി. അപ്പോൾ മെഗാ ചൈൽഡ് ലൂസിഫർ എന്ന് പറയുന്ന തേനീച്ചകൾ എന്ത് ചെയ്യുകയുണ്ടായി? അടുത്തിടെ കണ്ടെത്തുകയുണ്ടായി. അത് ഏത് രാജ്യത്ത് നിന്നാണ്? അപ്പോൾ അടുത്തിടെ ലൂസിഫർ തേനീച്ചകളെ കണ്ടെത്തപ്പെട്ട രാജ്യം ഏത് എന്നാണ്? ഓസ്ട്രേലിയ. എവിടെയാണ്? ഓസ്ട്രേലിയ എന്നാണ് കണ്ടെത്തിയത്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. ഇനി അതുപോലെ തന്നെ ഓർത്തു വയ്ക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ലൂസിഫർ എന്ന് പറയുന്ന ലാറ്റിൻ ഭാഷയിലെ പദത്തിന് അർത്ഥം എന്ന് പറയുന്നത് പ്രകാശം കൊണ്ടുവരുന്നവൻ എന്നാണ്. സോ ആ ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കാൻ ശ്രമിക്കുക. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ്. അതായത് 6ാമത് വിൻബാക്ക് സൈനികാഭ്യാസത്തിന്റെ വേദി എവിടെയാണ്? അപ്പൊ എന്താണ് 6ാമത് വിൻബാക്ക് സൈനികാഭ്യാസത്തിന്റെ വേദി എവിടെയാണ്? അത് ഹനോയി ആണ്. വിയറ്റ്നാമിലെ ഹനോയി ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വിയറ്റ്നാമും അതുപോലെ തന്നെ ഇന്ത്യയും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് ഏതെന്ന് പറയുന്നത്? വിൻബാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഓർക്കുക 2025 6ാമത് വിൻബാക്ക് സൈനികാഭ്യാസം നടന്നു. ഈ പറയുന്ന വിൻബാക്ക് സൈനികാഭ്യാസത്തിന്റെ വേദി എവിടെയായിരുന്നു? ഹനോയി ആയിരുന്നു. ഇത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലാണ്. അത് കൃത്യമായിട്ടൊന്ന് ഓർക്കുക. ഇനി അടുത്തത് ഒരു വേദിയാണ് നമുക്ക് നോക്കാനുള്ളത്. അതായത് 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ്? 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ വെച്ചാണ് നടക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വേദിയെ പറ്റി ചർച്ച ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എന്താണ് കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗമായിട്ടുള്ള ദീപശിഖ എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മുടെ ഇന്ത്യയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ദീപശിഖ ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ചർച്ച ചെയ്ത്. അപ്പൊ അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പൊ എന്തായാലും ഇവിടെ കോമൺവെൽത്ത് ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? അത് പി.ടി. ഉഷയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എന്താണ് കേന്ദ്ര കായിക വകുപ്പ് മന്ത്രി ആരാണ്? അത് മൻസുഖ് മാണ്ഡവ്യാണ്. സോ ഈ കാര്യങ്ങൾ കൂടി ഇതിനൊപ്പം ഒന്ന് കണക്ട് ചെയ്ത് തന്നെ വെച്ചേക്കുക. ഇനി അടുത്ത് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വേദിയാണ്. അതായത് ആദ്യ ദേശീയ ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? അപ്പോൾ പ്രഥമ ദേശീയ ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? അത് ഭുവനേശ്വർ. എവിടെയാണ്? ഭുവനേശ്വർ. ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് നടക്കുക. അപ്പൊ ഈ ഒരു വേദി കൂടി നോക്കുക. ഇനി അഗൈൻ വീണ്ടും ഒരു വേദി കൂടിയുണ്ട്. അതായത് 2025 ഏഷ്യൻ മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? അപ്പോൾ 2025 ഏഷ്യൻ മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? അത് ചെന്നൈ. എവിടെയാണ്? ചെന്നൈയിൽ വെച്ചാണ്. ഈ ഒരു കാര്യം കൂടി ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി അതുപോലെ തന്നെ ഇതിനൊപ്പം ഓർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം, അതായത് രാജസ്ഥാനിലെ ബിക്കനേർ സ്വദേശിയായ പനി ദേവി എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ 4 സ്വർണ്ണം നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക. ഇനി അങ്ങോട്ട് ഒരുപാട് 10th ലെവൽ എക്സാംസ് വരാനിരിക്കുകയാണ്. പ്രത്യേകിച്ച് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ബെബ്കോ LDC നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരാനുണ്ട്. അത് മാത്രമല്ല 2027 LDC നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കാം. അതിന് നിങ്ങളെ സഹായിക്കുന്നതിനായിട്ട് ടാലന്റ് ഏറ്റവും പുതിയ LDC റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഏറ്റവും പുതിയ SCRT ഫാക്റ്റുകളും ഇൻക്ലൂഡ് ചെയ്താണ് ഈ റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.channelkerala.com ഈ ബുക്കുകൾ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് പ്രോജക്ട് ചീറ്റയുടെ ഭാഗമായിട്ട് 2025 8 ചീറ്റകളെ ഇന്ത്യക്ക് നൽകുന്ന രാജ്യം ഏതെന്ന് പറഞ്ഞു. അത് ബോട്സ്വാന എന്നുള്ള കാര്യം ഓർക്കുക. ദെൻ ഇന്ത്യയിലെ ആദ്യത്തെ മോഡേൺ റിവർ ഫെറി ടെർമിനൽ സ്ഥാപിതമായത് എവിടെയാണെന്ന് പറഞ്ഞു. ഗുവാഹത്തിയിലാണ്. എവിടെയാണ്? ഗുവാഹത്തിയിലാണ് സ്ഥാപിതമായത്. അതിനുശേഷം പറഞ്ഞ പോയിന്റ് ഒരു പാലം തകർന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഹോങ്കി എന്ന് പറയുന്ന പാലം തകർന്നു വീണു. അത് എവിടെയാണ്? ചൈനയിലാണ്. ഇത് റീസെന്റ് ആയിട്ടാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തത്. ദെൻ അതിനുശേഷം പറഞ്ഞത് 2025 നവംബറിൽ ദ്രൗപദി മുർമു സന്ദർശിച്ച ആഫ്രിക്കൻ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഒന്ന് അങ്കോളയാണ്. ദെൻ അതുപോലെ തന്നെ ബോട്സ്വാന. ഏതൊക്കെ? അങ്കോള, ബോട്സ്വാന എന്നീ രാജ്യങ്ങളാണ്. അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? ഒരു റിപ്പോർട്ടിനെ പറ്റിയാണ്. അതായത് പരിസ്ഥിതി സംഘടനയായിട്ടുള്ള ജർമ്മൻ വാച്ച് പുറത്തുവിട്ട ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് 2026 ആണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഇൻഡെക്സ് പ്രകാരം 1995 2024 കാലയളവിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യം ഏതാണ്? ഡൊമിനിക്കയാണ്. ദെൻ ഇന്ത്യ ആ ഒരു റാങ്കിങ് നോക്കുവാണെങ്കിൽ എത്രാമതാണ്? 9ാമതാണ്. അപ്പോൾ അതുകൂടി നോട്ട് ചെയ്യുക. ദെൻ അതിനുശേഷം പറഞ്ഞത് അടുത്തിടെ ലൂസിഫർ തേനീച്ചകളെ കണ്ടെത്തപ്പെട്ട രാജ്യം ഏതാണെന്ന് പറഞ്ഞു അല്ലെ? ഓസ്ട്രേലിയയിലാണ് കണ്ടെത്തിയത്.
ദെൻ അതിനുശേഷം ഒരു സൈനികാഭ്യാസമാണ് പറഞ്ഞത്. വിൻബാക്സ് എന്ന് പറയുന്ന സൈനികാഭ്യാസം ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ്. അതിന്റെ വേദി എന്ന് പറയുന്നത് ഹനോയി ആണ്. ദെൻ അതിനുശേഷം 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി പറഞ്ഞു. എവിടെയാണ്? ഗ്ലാസ്ഗോയാണ്. അപ്പോൾ ഇത് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞ കാര്യം കൂടിയാണ്. ഇപ്പോൾ ചർച്ച ചെയ്തതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗമായുള്ള ദീപശിഖ ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം പ്രത്യേകിച്ച് 2030 കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യ ഹോസ്റ്റ് ചെയ്യാനൊക്കെ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് അഹമ്മദാബാദിലായിരിക്കും നടക്കുക എന്നൊക്കെ എന്താണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. സോ അതെന്തായാലും കൺഫേം ആകുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഓർത്ത് വയ്ക്കുക, 2026 കോമൺവെൽത്ത് ഗെയിംസ് എവിടെയാണ് നടക്കുക? ഗ്ലാസ്ഗോയിലാണ്. ദെൻ അതിനുശേഷം മറ്റു രണ്ട് വേദികൾ, അതായത് ഏതാണ്? ആദ്യ ദേശീയ ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി പറഞ്ഞു. എവിടെയാണ്? ഭുവനേശ്വർ ആണ്. ദെൻ അതിനുശേഷം പറഞ്ഞത് 2025 ഏഷ്യൻ മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി പറഞ്ഞു. എവിടെയാണ്? ചെന്നൈയിലാണ്. സോ ഇത്രയും കാര്യം കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, 2025 നവംബറിൽ പുരോഗമന കലാസാഹിത്യ സംഘം പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ്. അപ്പോൾ അശോകൻ ചെരുവിൽ, മുരളി ചീരോത്ത്, വൈശാഖൻ, കെ സച്ചിദാനന്ദൻ. അപ്പോൾ ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, ആദ്യമായിട്ട് ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്കുള്ള അന്താരാഷ്ട്ര ടൂർണമെന്റിൽ ഇന്ത്യൻ ടീമിലെത്തുന്ന പാരാ അത്ലറ്റ് ആരാണെന്നാണ് ചോദ്യം. അപ്പോൾ സിമ്രൻ ശർമ്മ, ആവണി ലേഖര, പ്രീതി പാൽ, ശീതൽ ദേവി. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, 2025 ബുക്കർ പ്രൈസ് നേടിയത് ആര് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിന് ആർക്കും ഒരു സംശയമില്ല. ആരാണ്? ഡേവിഡ് സലായി ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഹംഗേറിയൻ എഴുത്തുകാരനാണ്. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹത്തിന്റെ ഫ്ലഷ് എന്ന് പറയുന്ന പുസ്തകത്തിനാണ് പുരസ്കാരം കിട്ടിയത്. ഇനി 2024 വരുവാണെങ്കിൽ ആരാണ്? സമന്ത ഹാർവേ ആണ്. ഓർബിറ്റൽ എന്ന് പറയുന്ന രചനയ്ക്കാണ് പുരസ്കാരം. അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. ദെൻ രണ്ടാമത്തെ ചോദ്യം, സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയത് ആരെന്നാണ്. അപ്പോൾ മലപ്പുറമാണ് ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ മലപ്പുറമായിരുന്നു ഇതിന്റെ ജേതാക്കൾ എന്ന് പറയുന്നത്. ദെൻ പാലക്കാടായിരുന്നു വേദി. അപ്പോൾ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക. നല്ലപോലെ വർക്ക് ചെയ്യുക. എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2025 നവംബർ 14 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.